പിടിയവനെ, വിടരുത്, പിടിയവനെ. ആഹാ, പറ്റിച്ചു പോകുന്നു, ചാടി പോകുന്നു. ആഹാ, ഓടിക്കോ, പിടിയവനെ, വേഗം ഓട്, പിടിയവനെ. ആ അവൻ കാട്ടിലേക്ക് രക്ഷപ്പെട്ടല്ലേ? ഇനി എന്തു ചെയ്യും നമ്മൾ? അവനെ കിട്ടാതെ പോയാൽ മാസ്റ്റർ നമ്മളെ തട്ടും. ഇനിയിപ്പോ എന്താ ചെയ്യുക? നമ്മുടെ സർക്കസിൽ നല്ല ഐറ്റംസുകൾ കളിക്കുന്ന സിംഹത്തെയാ നമുക്ക് നഷ്ടപ്പെട്ടത്. നമ്മൾ നിന്നിട്ട് കാര്യമില്ല, അവൻ പോട്ടെ. അല്ലെങ്കിലും അവൻ എത്ര കാലമെന്ന് വെച്ചിട്ടാ സർക്കസിന്റെ ഇരുമ്പുകൂട്ടിൽ പച്ചക്കറിയും ഇലയും തിന്ന് ജീവിക്കുക? ആ ജീവിതം അവനും മടുത്തിട്ടുണ്ടാവും, നമ്മളെപ്പോലെ തന്നെ. അതുകൊണ്ടാ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. മനുഷ്യരെ കൂട്ടിലടക്കുന്നത് തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. പാവം ജന്തുക്കൾ, അവരെന്ത് പിഴച്ചു? ആഹാ, നീ പറഞ്ഞത് ശരിയാ. സ്വതന്ത്രമായി നടക്കേണ്ട ജന്തുക്കളെ പിടിച്ച് കൂട്ടിലിട്ട് മനുഷ്യൻ പണം സമ്പാദിക്കുന്നു. അവറ്റകളെ കഷ്ടപ്പെടുത്തുന്നു മനുഷ്യർക്ക് രസിക്കാൻ. അവൻ രക്ഷപ്പെടട്ടെ. വാ, നമുക്ക് പോകാം. ഓ, ഹലോ, ആശാനല്ലേ? അതെ, ആശാനാണ്. താൻ ഇങ്ങോട്ട് വരുന്നില്ലടേ. തന്നെ ഇന്ന് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. താൻ എവിടെയാണടേ? 1-2 സ്ഥലത്ത് താൻ കറങ്ങി നടക്കുന്നത് ഞാൻ എവിടെയായിരുന്നു കണ്ടു. ആശാനെ, ഞാനിത് അങ്ങോട്ട് വരുന്ന വഴിയാ. ഞാനിത് എത്തിക്കഴിഞ്ഞു. അതെ, ഞാനിപ്പോൾ വിളിച്ചതേ അവിടെ വല്ല കോളുകളും സംഗതികളുമൊക്കെ ഒത്തിട്ടുണ്ടോ എന്നറിയാനാ. എന്താ സ്ഥിതി? ഇവിടെ ഒന്നും തന്നെ ഒത്തുവന്നിട്ടില്ലടേ. താനെന്തെങ്കിലും തപ്പിപ്പിടിച്ചോണ്ട് വാ. നാം കഴിക്കാറുള്ള നമ്മുടെ സ്ഥിരം ബ്രാൻഡ് തന്നെ ആയിക്കോട്ടെ. ജൽദി ജൽദി. ആശാന അവിടെ ഇരുന്ന് എന്തും കൽപ്പിക്കാമല്ലോ. ഈ ഉള്ളവനല്ലേ എന്നും കഷ്ടപ്പാട്. ആ, ഞാനൊന്ന് തപ്പി നോക്കട്ടെ വല്ലതും കിട്ടുമോ എന്ന്. ഹായ് ആശാൻ, ഹൗ ആർ യു? ഇതാ ആശാന്റെ സ്ഥിരം ബ്രാൻഡ്. ഒന്ന് ബുദ്ധിമുട്ടിയെങ്കിലും എൻ്റെ ആശാന് വേണ്ടിയിട്ടല്ലേ എന്ന് കരുതി ഞാനങ്ങ് സഹിച്ചു. അച്ഛാ, ബഹുത്തച്ഛ. ഇന്നത്തേക്കിതു മതി. നാളത്തേക്കുള്ളത് ഞാൻ നാളെ പറയാം. ഒരു കള്ള ആശാൻ വന്നിരിക്കുന്നു, ബാക്കിയുള്ളവനെ കഷ്ടപ്പെടുത്താൻ. മറ്റുള്ളവരെ പറ്റിച്ച് ഈ കാട്ടിൽ സുഖമായി കഴിയുന്നു. ഒരു ദിവസം എല്ലാം പൊളിയും. ആശാൻ സൂക്ഷിച്ചോ, വന്നിരിക്കുന്നു ഒരു പൂച്ചരാജാവ്. താൻ നമ്മെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഞാൻ പറയുകയായിരുന്നു, ഈ കാട്ടിലുള്ള എല്ലാവരും അങ്ങേ ഒരു രാജാവിനെ പോലെയാ കാണുന്നതും ബഹുമാനിക്കുന്നതെന്ന്. അയ്യടാ, അതുകൊണ്ടാണ് ഞാനും നീയും കുടല് കരിഞ്ഞ് ചത്തുപോകാതെ ഇപ്പോഴും ജീവിക്കുന്നത്. തനിക്കറിയാലോ, ദിവസേന ഇവിടെ വരുന്ന എന്റെ പ്രജകളുടെ കൂട്ടത്തിൽ ഈ കാട്ടിലുള്ള കോഴികളും കുളക്കോഴികളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ നിന്ന് ദിവസവും 2 കോഴികളെ വീതം നാം തനിക്കുവേണ്ടി ഇവിടെ സൂക്ഷിച്ചു വെക്കാറുമുണ്ട്. അതറിയാലോ. പക്ഷേ ഈയിടെയായിട്ട് നമ്മുടെ പ്രജകൾക്കെന്തോ സംശയം തോന്നിത്തുടങ്ങിയിരിക്കുന്നു. അവരെ നിരീക്ഷിക്കാനായി ഞാൻ പുതിയൊരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ശരിയാ ആശാനെ, ഞാനും അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. പ്രജകളെ പഴയ രീതിയിൽ ഇവിടേക്ക് കൊണ്ടുവരണം. അതിന് നല്ലൊരു സൂത്രം നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും വേണം. ആട്ടെ, നമ്മുടെ കാട്ടിലുള്ളവരെ നിരീക്ഷിക്കാനായി എന്തോ പദ്ധതി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? വാ, കാണിച്ചു തരാം. വാ, ആശാൻ ആള് കൊള്ളാലോ. ഇതാണ് നമ്മുടെ പുതിയ സംവിധാനം. ഈ കാട് മുഴുവൻ നാം കമ്പ്യൂട്ടറും ക്യാമറയും ഉപയോഗിച്ച് നെറ്റ്വർക്ക് ചെയ്തിരിക്കുകയാണ്. ആരൊക്കെ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നുവെന്ന് ഈ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്താലറിയാം. പക്ഷേ
ഈയിടെയായിട്ട് ആരെയും അങ്ങ് കാണുന്നില്ല. ആശാന്റെ ബുദ്ധി കൊള്ളാം, സമ്മതിച്ചിരിക്കുന്നു. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് അവർ ലൈഫ്. സൂപ്പർ. ആശാനെ, കമ്പ്യൂട്ടർ ഒന്ന് ഓൺ ചെയ്തേ. ഓക്കേ. ആശാനെ, അത് അങ്ങോട്ട് നോക്കിയേ. നമ്മുടെ കാട്ടിൽ സാധാരണ കാണാത്ത ഒരു ജീവിയല്ലേ അത്? അതെ, ശരിയാണ്. ഏതവനാ അത്? ഒന്ന് സൂം ചെയ്യൂ. അല്ല ആശാനെ, ആശാനെ പോലെ താടിയുണ്ടെങ്കിലും ഇതെന്തൊരു താടിയും മുടിയുമാ? പേടിയാവുന്നു. ഏതായാലും ഇവനെ നമുക്കൊന്ന് വാച്ച് ചെയ്യണം. ശരിയാ, നമുക്കവനെ പിടികൂടണം. ജൽദി ചലോ. നീ പോയി പെട്ടെന്ന് അന്വേഷിക്ക്. ഗോ ഫാസ്റ്റ്. ഐ വിൽ മാനേജ് ഇറ്റ്. ഓക്കെ? ശരി ആശാനെ. അല്ല, ഞാൻ തന്നെ പോണോ? ജൽദി ജൽദി. മരം കൊത്തിയാണ്. എത്ര പാടുപെട്ടാണ് അവൻ വീട് പണിയുന്നത്.